പ്രൈസ് ദി ലോർഡ്. എൻ്റെ പ്രിയരെല്ലാം സുഖമായിരിക്കുന്നോ? കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രിയപ്പെട്ടവരെ, നമ്മളുടെയൊക്കെ ജീവിതത്തിൽ ഇങ്ങനെ ഒരു അനുഭവം ഉണ്ടായിട്ടുണ്ടായിരിക്കും. അതായത് നമ്മൾ ചില തെറ്റുകൾ ചെയ്തു. നാം തെറ്റ് ചെയ്തെന്ന് നമ്മുടെ പാരൻസ് അറിഞ്ഞു, അവരറിഞ്ഞെന്ന് നമ്മളും അറിഞ്ഞു. പക്ഷേ ഇപ്പോൾ അടി കിട്ടും, വഴക്ക് കേൾക്കും എന്നൊക്കെ ചിന്തിച്ചപ്പോഴും അതൊന്നും നടന്ന ഭാവമേ കാണിക്കാതെ നമ്മളെ ചേർത്ത് പിടിച്ച് സ്നേഹിച്ച ചില സാഹചര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ടോ? എനിക്കുണ്ടായിട്ടുണ്ട്. ഞാൻ ഇന്ന് ഒരു വചനം വായിച്ചപ്പോൾ എൻ്റെ ബാലിഷ്യമായ ജീവിതത്തിലേക്ക് ഇങ്ങനെ കടന്നുപോയി. ഒത്തിരി കാര്യങ്ങൾ ചിന്തിച്ചു. പാരൻസിൻ്റെ ആ സ്നേഹം, അതിലുമൊക്കെ എത്രയോ വലുതാ നമ്മളുടെ സ്വർഗീയ പിതാവിൻ്റെ അൺകണ്ടീഷണൽ ലവ്. റോമാലേഖനം 5-ാം അധ്യായം അതിൻ്റെ 8-ാം വചനം നിങ്ങൾ വായിച്ചിട്ടുണ്ടാകും. അവിടെ ഇങ്ങനെ എഴുതിയിരിക്കുന്നത്: ക്രിസ്തുവോ നാം പാപിയായിരിക്കെ തന്നെ നമുക്ക് വേണ്ടി മരിക്കയാൽ ദൈവത്തിന് നമ്മോടുള്ള സ്നേഹത്തെ പ്രദർശിപ്പിക്കുന്നു. അതായത് നമ്മൾ പാപിയായിരുന്നിട്ടും, പാപത്തിന്റെ കുഴിയിൽ കിടന്നിട്ടും, പിന്മാറ്റത്തിലായിരുന്നിട്ടും, കർത്താവിനെ തള്ളി പറഞ്ഞിട്ടും കർത്താവ് നമുക്ക് വേണ്ടി മരിച്ചു. അത് ഒരു സ്നേഹത്തിന്റെ പ്രദർശനമായിരുന്നു, സ്നേഹത്തിന്റെ പ്രകടനമായിരുന്നു. അയ്യോ, ഇപ്പോൾ എന്നെ ശിക്ഷിക്കും, ഇപ്പോൾ എൻ്റെ അവസാനമായിരിക്കും, എന്നെ തകർത്ത് കളയും എന്നൊക്കെ ചിന്തിക്കാവുന്ന കുറവുകൾ, പാപങ്ങൾ നമ്മുടെ ജീവിതത്തിൽ വന്നിട്ടും നമുക്കറിയാം അവിടുന്ന് ദഹിപ്പിക്കുന്ന അഗ്നിയ, കൺസ്യൂമിങ് ഫയർ. ഒന്ന് നോക്കിയാൽ മതി കത്തിച്ചാമ്പലാകാൻ. എന്നിട്ടും അതൊക്കെ ക്ഷമിച്ച് നമ്മളെ വീണ്ടെടുക്കേണ്ടതിന് തൻ്റെ സ്വന്തം രക്തം നമുക്ക് വേണ്ടി തന്നത് അവിടുന്ന് നമ്മളോടുള്ള സ്നേഹം പ്രകടിപ്പിച്ചതാ. ഈ സ്നേഹപ്രകടനത്തിന്റെ മുമ്പിൽ നമുക്ക് എന്താ തിരിച്ചു കൊടുക്കുവാൻ പറ്റുന്നത്? ഞാൻ ഇന്ന് ധ്യാനിച്ചു ഇരുന്ന് സങ്കീർത്തനം 119 ഇപ്രകാരം ഒരു വചനമുണ്ട്: നിന്റെ വചനം എൻ്റെ ഹൃദയത്തിൽ സംഗ്രഹിക്കയാൽ ഞാൻ അങ്ങയോട് പാപം ചെയ്യാതിരിക്കും. അതായത് നമ്മളുടെ അകത്ത് ദൈവവചനമുണ്ടെങ്കിൽ ഇനിയും പാപത്തിൽ തുടരാതെ എനിക്ക് വേണ്ടി സ്നേഹപ്രകടനം ആ ക്രൂശിൽ നടത്തിയ യേശുവിനായി എൻ്റെ ജീവനെ ഞാൻ സമർപ്പിക്കും. എൻ്റെ ദേഹം, ദേഹി, ആത്മാവിനെ ഞാൻ സമർപ്പിക്കും. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, നമ്മളുടെ യോഗ്യത കൊണ്ടോ നമ്മുടെ കഴിവ് കൊണ്ടോ ഒന്നുമല്ല കർത്താവ് നമ്മളെ തിരഞ്ഞെടുത്തത്. ജീവിതത്തിൽ ഒരുപാട് കുറവുണ്ടായിട്ടും, പാപത്തിന്റെ അടിമത്തത്തിലായിരുന്നിട്ടും അവിടുത്തെ രക്തം നമുക്കായി നൽകി തന്നു. ആ സ്നേഹത്തെ നമുക്കായി ക്രൂശിൽ പ്രദർശിപ്പിച്ചു. ഇന്ന് എത്ര പേർക്ക് ഒരു തീരുമാനമെടുക്കുവാൻ കഴിയും? ആ കർത്താവിന്റെ മുമ്പാകെ എന്നെ തന്നെ സമർപ്പിക്കുന്നു. എൻ്റെ സ്നേഹത്തെ എൻ്റെ കർത്താവിനോട് പ്രകടിപ്പിക്കുന്നതിന് ഞാൻ ഇന്നൊരു തീരുമാനമെടുക്കുന്നു. കർത്താവിന്റെ വചനം എൻ്റെ ഹൃദയത്തിൽ ഞാൻ സംഗ്രഹിക്കും. ഇനിയും ഞാൻ പാപം ചെയ്യത്തില്ല. കഴിഞ്ഞ നാളുകളിൽ സംഭവിച്ചത്, ചെയ്തു പോയത് എന്നേക്കുമായി ഉപേക്ഷിച്ച് ഞാൻ കർത്താവിലേക്ക് അടുത്തു വരുന്നു. എത്ര പേർക്ക് തീരുമാനമെടുക്കുവാൻ സാധിക്കും? ആ തീരുമാനം നമുക്ക് കർത്താവിനോടുള്ള ഒരു സ്നേഹ പ്രകടനമായിരിക്കും. നമുക്ക് നമ്മളെ തന്നെ കർത്താവിന്റെ കരത്തിലേക്ക് ഒന്ന് സമർപ്പിക്കാം. കർത്താവ് ദുഃഖിക്കുന്ന, പരിശുദ്ധാത്മാവ് വേദനിക്കുന്ന എന്തെങ്കിലും ജീവിതത്തിലുണ്ടെങ്കിൽ ഇന്ന് നമുക്കൊന്ന് ഏറ്റുപറഞ്ഞു ഉപേക്ഷിക്കാം. മാത്രമല്ല, ദൈവവചനം അത് വായിക്കുവാൻ, ധ്യാനിക്കുവാൻ, നമ്മുടെ ഹൃദയത്തിലേക്ക് അതിനെ ഉൾക്കൊള്ളുവാൻ ഇന്ന് നമ്മളെ തന്നെ ഒന്ന് സമർപ്പിക്കാം, പ്രാർത്ഥിക്കാം. പരിശുദ്ധ പിതാവേ, കേട്ട വചനത്തിന് മുമ്പാകെ ഞങ്ങൾ സമർപ്പിക്കുന്നു. പലപ്പോഴും തെറ്റുകൾ സംഭവിച്ചിട്ടുണ്ട്. അങ്ങയോട് അകന്നു പോകുന്ന അനുഭവങ്ങൾ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട്. അങ്ങ് ഞങ്ങളെ ശിക്ഷിക്കും എന്നൊക്കെ കരുതിയപ്പോൾ അങ്ങയുടെ നിത്യസ്നേഹത്താൽ ഞങ്ങളെ വീണ്ടും ചേർത്ത് നിർത്തി. നന്ദി അപ്പാ. അങ്ങയുടെ കരുണയ്ക്ക് നന്ദി, അങ്ങയുടെ ദീർഘക്ഷമയ്ക്ക് നന്ദി, അങ്ങയുടെ ദയയ്ക്ക് നന്ദി, അങ്ങയുടെ നിത്യസ്നേഹത്തിന് നന്ദി നാഥ. ഇന്ന് ഞങ്ങൾ വീണ്ടും ഞങ്ങളെ അങ്ങയുടെ കരത്തിൽ സമർപ്പിക്കുന്നു. ഹല്ലേലൂയ. അങ്ങ് ഞങ്ങളെ സ്നേഹിച്ചു. ഇനിയും ഞങ്ങൾ പാപം ചെയ്യാതെ അവിടുത്തെ ജീവനുള്ള വചനം ഞങ്ങളുടെ ഹൃദയത്തിൽ സംഗ്രഹിക്കുവാൻ
ഞങ്ങളെ തന്നെ വിധേയപ്പെടുത്തുന്നു. എൻ്റെ പ്രിയരെ എല്ലാം ഞാൻ ബ്ലെസ് ചെയ്യുന്നു. ഞങ്ങളുടെ അകത്ത് പാപത്തോടൊരു വെറുപ്പുണ്ടാകട്ടെ. പാപത്തിൽ ജീവിക്കാതെ കർത്താവിനെ സ്നേഹിക്കുവാൻ, അങ്ങയുടെ നിത്യ സ്നേഹത്തിന്റെ മുമ്പാകെ ഞങ്ങളെ തന്നെ സമർപ്പിക്കുവാൻ ഞങ്ങളെ തന്നെ ഏൽപ്പിക്കുന്നു നാഥ. ഞങ്ങൾ അങ്ങയെ സ്നേഹിക്കുന്നു. ഞാൻ എൻ്റെ പ്രിയരെ എല്ലാം ബ്ലെസ് ചെയ്യുന്നു. മഹത്വ അപ്പായിക്ക് യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ. എൻ്റെ പ്രിയരെ എല്ലാം കർത്താവ് സഹായിക്കട്ടെ. പാപത്തെ നമുക്ക് വെറുക്കാം. കർത്താവിന്റെ സ്നേഹത്തിന്റെ പ്രദർശനത്തിന്റെ മുമ്പാകെ നമ്മളെ തന്നെ വിധേയപ്പെടുത്താം. ജീവനുള്ള ദൈവവചനം നമ്മുടെ ഉള്ളിൽ സംഗ്രഹിക്കാം. എല്ലാവരെയും കർത്താവ് സഹായിക്കട്ടെ. നിങ്ങളുടെ കൂടെ ദൈവസാന്നിധ്യം എപ്പോഴും ഇരിക്കട്ടെ. നമ്മളുടെ ഇന്റർസെസറി പ്രേയർ ഇന്നലെയും മെനഞ്ഞാന്നും ഇല്ലായിരുന്നു. ഇന്നു മുതൽ വീണ്ടും നമ്മൾ ആരംഭിക്കുക. മൺഡേ ടു ഫ്രൈഡേ, ഇന്ത്യൻ ടൈം 10 to 10:30, EST 11:30 to 12. മറക്കണ്ട, വിവിധ രാജ്യങ്ങൾക്കായി നമുക്ക് ഒരുമിച്ച് ഇടിവിൽ നിൽക്കാം. അതിൻ്റെതായ വിടുതലുകൾ നാം കണ്ടുകൊണ്ടിരിക്കുന്നു. വീണ്ടും പ്രാർത്ഥനയിൽ തുടരാം. ഒരുമിച്ച് സൂമിലും യൂട്യൂബ് ലൈവിലുമായിട്ട് നമുക്ക് കൂടാം. ബ്ലെസ് യു.